അധിവാസം ചെയ്തിടുന്നു. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, ആത്മാവിലധിവാസം ചെയ്തിടുന്നു. അറിവിന്റെ ഇരിപ്പിടം ഗുരുവാകുന്നു. ഗുരുവിൽ നിന്നല്ലാതൊരു അറിവില്ലല്ലോ. അറിവിന്റെ ഇരിപ്പിടം ഗുരുവാകുന്നു, ഗുരുവിൽ നിന്നല്ലാതൊരു അറിവില്ലല്ലോ. അറിയേണ്ടതറിയുന്ന ആത്മാക്കൾക്ക് ഗുരുവിന്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം. അറിയേണ്ടതറിയുന്ന ആത്മാക്കൾക്ക് ഗുരുവിന്റെ രൂപം തന്നിൽ തെളിഞ്ഞു കാണാം. ഈശ്വരൻ ഗുരുവായിട്ടവതരിച്ചു, ആത്മാവിലധിവാസം ചെയ്തിടുന്നു. അഖിലാത്മനാഥനല്ലയോ, അഖില ലോകേശ്വരനല്ലയോ, അഖിലാത്മനാഥനല്ലയോ, അഖില ലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖില ലോകേശ്വരനല്ലയോ, ആശ്രിതവത്സലനല്ലയോ, എൻ്റെ ആശ്വാസരൂപനല്ലയോ, ആനന്ദവല്ലഭനല്ലയോ, എൻ്റെ ആത്മാവിൽ വാഴുകയില്ലയോ, അഖിലാത്മനാഥനല്ലയോ, അഖില ലോകേശ്വരനല്ലയോ, അഖിലാത്മാക്കൾക്കറിവായി വാഴും അഖില ലോകേശ്വരനല്ലയോ,
സർവശക്തനാകുന്ന ദൈവം ഈ ലോകത്തിൽ അവതാരമായി വന്ന് സ്ഥാപിച്ച ആത്മബോധോദയ സംഘത്തിലെ അത്യുന്നതമായ ഒരു നിയമമാണ് ഇപ്പോൾ നിങ്ങൾ പങ്കെടുക്കുന്ന ഈ ഞായറാഴ്ച ആരാധന. ഉന്നതമായ അവസ്ഥകളിലേക്ക് ഒരാത്മാവിനെ വഴി നടത്തുവാൻ ആത്മനാഥൻ തിരുഹൃദയ സ്വർഗം കനിഞ്ഞ് ദാനം ചെയ്ത ഉന്നതമായ നിയമം. ഓരോ ഞായറാഴ്ചകളിലും ഞായറാഴ്ച ആരാധനയെപ്പറ്റി ഞാൻ ഓർമ്മിപ്പിക്കാറുണ്ട്. കാരണം മറന്നു പോകാതിരിക്കുവാനാണ്. ഇതിൻ്റെ സുഖം കൃത്യമായി അറിയുന്നവർ ഒരിക്കലും ഇതൊന്നും മറന്നു പോവുകയില്ല. അവർ വീണ്ടും വീണ്ടും ഇതിന് ആഗ്രഹമുള്ളവരായി വരും, ആർത്തിയുള്ളവരായി വരും. അങ്ങനെയാണ് കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും ആദ്യമായി ഈ സന്നിധാനത്തിലെത്തിയ അനേകം ആളുകൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വർഷങ്ങളായി 50-60 വർഷമായി പങ്കെടുക്കുന്നവരുണ്ട്. ഒരൊറ്റ ഞായറാഴ്ച പോലും മുടങ്ങാതെ COVID-19 എന്ന മാരക രോഗം, പകർച്ചവ്യാധി ബാധിച്ച് ഇത് അടച്ചിട്ടിരുന്ന സമയം ഒഴികെ ഒരു ഞായറാഴ്ചകളിലും മുടങ്ങാത്ത സന്താനങ്ങളുണ്ട്. ആ സമയത്തും എത്താമെന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഗേറ്റിന് വെളിയിൽ വന്നു നിന്ന് ആരാധനയിൽ പങ്കെടുത്തവരുണ്ട്. അങ്ങനെ ഇതിൻ്റെ സവിശേഷത രുചിച്ചറിഞ്ഞവർ ഒരിക്കലും ഇത് മറന്നു പോവുകയില്ല. എങ്കിലും പുതിയ ആളുകൾക്ക് ഏതാണ് ശരി, എന്താണ് ശരി, ലോകം പലവിധത്തിൽ പഴിക്കുന്നു. മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നത് തെറ്റാണ്. അമ്പലത്തിൽ പോയാൽ പോരെ, വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ പോരെ, ഇങ്ങനെ നടന്നാൽ പോരെ, അങ്ങനെ പോയാൽ പോരെ, ഏതെങ്കിലും സംഘടനയെ ചേർന്ന് പ്രവർത്തിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ പലവിധ ദുഃഖങ്ങളുമായി സന്നിധിയിലെത്തിയതും ഇതിലേക്ക് ബന്ധിച്ച് ജീവിതം ആരംഭിച്ചതും. അവിടെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചിന്തകൾ തന്നെ പലവിധത്തിൽ നിങ്ങളെ വ്യതിചലിപ്പിക്കാം. അപ്പോഴാണ് പുറമേ നിന്ന് ചില അപവാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൂടി ചേരുമ്പോൾ വളരെ വേഗം നിങ്ങളിതിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിൻ്റെ സത്യാവസ്ഥയെ തിരിച്ചറിയുന്ന ഒരു ആത്മാവും ഒരിക്കലും ഒരു കാലത്തും ഇതിൽ നിന്ന് വിട്ടുപോവുകയില്ല. അത് വളരെ അനേകായിരങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയും. 1-2 ആളുകളല്ല, അനേകായിരങ്ങളെ. അതാണ് ഞാൻ പറഞ്ഞത് 50-60 വർഷമായി ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞത്. അത് വെറുതെ പറഞ്ഞല്ല. ഞാനിതിനിടയിൽ ഒരു കടങ്കഥ ചോദിക്കാം. ഒരു കുസൃതി ചോദ്യം എന്ന് പറയാം, എന്നാൽ അതിനകത്ത് വലിയ അർത്ഥമുള്ളതാണ്. സാമ്പാർ മേമ്പൊടി ജലാശയത്തിൽ നിന്നും സർപ്പശത്രു വനത്തിലേക്ക് എത്ര ദൂരമുണ്ട്? എന്താണ് എൻ്റെ ചോദ്യം? സാമ്പാർ മേമ്പൊടി ജലാശയത്തിൽ നിന്നും സർപ്പശത്രു വനത്തിലേക്ക് എത്ര ദൂരമുണ്ടെന്നാണ്. സാമ്പാർ മേമ്പൊടി ജലാശയം എന്താണ്? അതെങ്ങനെയാണ് കായംകുളം ആവുന്നത്? സാമ്പാറിൻ്റെ മേമ്പൊടി ജലാശയം കുളം. അവിടെ നിന്ന് സർപ്പത്തിൻ്റെ ശത്രു കീരിയാണ് അല്ലേ? സർപ്പശത്രു വനത്തിലേക്ക്, കീരിക്കാട്ടേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? അതറിയത്തില്ല. അദ്ദേഹം അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഏറ്റുപിടിച്ചു അല്ലേ? ഏകദേശം 3 കിലോമീറ്റർ ഒരു ശകലം കൂടെ വരും അല്ലേ? ദൂരം അറിയാനല്ല. സർപ്പശത്രു വനം എന്നാണല്ലോ പറഞ്ഞത്. സർപ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ് കീരി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കീരിയും സർപ്പവും കൂടെ യുദ്ധം ചെയ്യുന്നത്? ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കുന്നവർക്കും അതിലും കാണാം. അല്ലാതെ പണ്ടൊക്കെ നമ്മുടെ പറമ്പിൽ നിത്യകാഴ്ചയായിരുന്നു. കാരണം കൂടുതൽ വനപ്രദേശങ്ങളൊക്കെ, ചെറിയ വനങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ അധികം ഉണ്ടായിരുന്നു. ഒരു കൈതക്കാടായാലും മതി, അതിനകത്ത് കാണും കീരിയും പാമ്പും. ആ വെളിയിലേക്ക് ഇറങ്ങി രണ്ടുപേരുടെ ഭയങ്കര യുദ്ധമാണ്. പാമ്പ് അങ്ങനെ ആഞ്ഞു കൊത്തും, കീരി അതിൻ്റെ മുകളിൽ കൂടെ ചാടും, എന്നിട്ട് വട്ടം കറങ്ങും. പണ്ടൊക്കെ പറയുമായിരുന്നു കീരി ഇങ്ങനെ വട്ടത്തിൽ മൂത്രം ഒഴിച്ച പാമ്പിന് പിന്നെ വെളിയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയും, പല കഥകൾ പറയും. അപ്പം ഈ യുദ്ധം നടക്കുമ്പോൾ അനേകം തവണ ഈ പാമ്പ് കീരിയെ കൊത്തും. ഇങ്ങനെ കൊത്തി പല തവണ ഈ കൊത്ത് കിട്ടിക്കഴിയുമ്പോൾ കീരി അവിടെ നിന്ന് മുങ്ങും. അപ്പോൾ പാമ്പ് വിചാരിക്കും കീരി തോറ്റുപോയതാണ്. കീരി എവിടാ പോകുന്നത്? ഒളിച്ചോടി പോകുന്നതാണോ? യുദ്ധം തോറ്റു പോണതാണോ? അല്ല, അവൻ കണ്ടുവച്ചിട്ടുണ്ട്
ഇത്രയും വിഷം അവൻ്റെ ശരീരത്ത് കടന്നത് ഒഴിവാക്കുവാൻ അവൻ തന്നെ ചില പച്ചിലകൾ കണ്ടുവച്ചിട്ടുണ്ട്. അവനറിയാം അതുള്ള സ്ഥലത്തേക്കാണ് ഈ ഓടുന്നത്. അവിടെ പോയി ഇല കഴിക്കും, കടിച്ചു തിന്നും. എന്നിട്ട് ആ ഇലയുടെ പുറത്ത് കിടന്ന് ഉരുളും. അപ്പം അത് ചതഞ്ഞിട്ട് ആ നീരൊക്കെ അതിൻ്റെ ദേഹത്ത് പറ്റും. എന്നിട്ട് പതിവിൽ കൂടുതൽ പൂർവാധികം ശക്തി ആർജിച്ച് വീണ്ടും തിരികെ വരും ഈ പാമ്പിനോട് യുദ്ധം ചെയ്യാൻ. വളരെ വേഗമായി നടക്കുന്നില്ല, ഒരുപാട് സമയമെടുക്കുകയില്ല. അപ്പോൾ അത്രയും സമയമേറ്റ വിഷത്തെ കളയാൻ വേണ്ടി കീരി ഓടിപ്പോയി പച്ചില തിന്നുന്നു, തിരിച്ചു വരുന്നു, പൂർവാധികം ശക്തിയായി അതിനോട് യുദ്ധം ചെയ്യുന്നു. അതുപോലെ ഈ ഒരാഴ്ച കാലം ഈ മായാലോകത്തിൽ ജീവിതം ചെയ്ത നിങ്ങളിലേക്ക് അറിഞ്ഞും അറിയാതെയും സംഭവിച്ചിരിക്കുന്ന മായാബന്ധങ്ങൾ, മാലിന്യങ്ങൾ പരിപൂർണമായും കഴുകി പുത്തൻ ഉണർവോടുകൂടി പുതിയ ജീവിതം ചെയ്യുവാൻ ദൈവം ഒരുക്കി വെച്ച വേദിയാണ് ഈ ആരാധന. അത് പറയാനാണ് ഞാൻ കടക്കഥ ചോദിച്ചത്, അല്ലാതെ സാമ്പാറിൻ്റെ കഥ പറയാനല്ല. നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലായോ? പൊരുൾ നിങ്ങൾക്ക് മനസ്സിലായോ? കീരിയിലേക്കും വിഷമേൽക്കുന്നുണ്ട്. സർപ്പത്തിന് കൊടും വിഷമാണ്. അത് ഒഴിവാക്കുന്ന എന്ത് തിന്നിട്ടാണ്? ഔഷധ സസ്യത്തിൻ്റെ ഇല ഭക്ഷിച്ചിട്ടാണ്. അതിനറിയാം. എന്നതുപോലെ നമ്മളിലേക്ക് ബാധിച്ചിരിക്കുന്ന ഈ മാലിന്യങ്ങളെ, അജ്ഞാനങ്ങളെ, കളങ്കങ്ങളെ അറിഞ്ഞും അറിയാതെയും പലതും നമ്മളിൽ ബാധിക്കും. ചില സ്ഥലങ്ങളിൽ വെറുതെ പോയി തിരികെ വന്നാൽ മതി, അനേകം കാര്യങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാകും. ലോകത്തിൽ വിവിധങ്ങളായി നിൽക്കുന്ന ആത്മാക്കൾ, ദുരാത്മാക്കളുണ്ട്. അവരുടെ സാന്നിധ്യം നമ്മുടെ മേൽ പതിച്ചാൽ അതിൽ നിന്ന് അനേകം ദുഃഖങ്ങളും ദോഷങ്ങളും, എന്തിന് നമ്മുടെ സ്വഭാവം പോലും മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ അനേകം കാര്യങ്ങൾ ലോകത്തിലുണ്ട്. മായാലോകമാണ്. ഈ മായാലോകത്തിലെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന കേടുപാടുകളൊക്കെ ഒഴിക്കുവാൻ എന്താണ് നടത്തുന്നത്? എന്താണ് ഇവിടെ നടത്തുന്നത്? ജ്ഞാനമാകുന്ന തടാകം ഒരുക്കി വെച്ച് അതിൽ നിങ്ങളെ കുളിപ്പിച്ചെടുക്കുകയാണ്. ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് ജ്ഞാനമാം ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് ജ്ഞാനമാം ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. ആത്മശുദ്ധി സൂക്ഷ്മമായി നിൽക്കുന്ന മാലിന്യങ്ങളെ, മനോമാലിന്യങ്ങളെ, അന്ധകാരങ്ങളെ ഒഴിവാക്കുവാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജ്ഞാനാഭിഷേകം. ആ ജ്ഞാനാഭിഷേകം ചെയ്യുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ പ്രപഞ്ചത്തിൽ. അതാരാണ്? സൂക്ഷ്മ ജ്ഞാന സമ്പൂർണ്ണ സ്വരൂപനാകുന്ന പരമഗുരു. അവതാരമായി ഗുരു, അവതാരമായി അവതാരമായി ഗുരു, അവതാരമായി അവതാരമായി കലിയുഗേ ഖഡ്ഗിയായി അവതാരമായി കലിയുഗേ
നിഷ്കളങ്ക ജ്ഞാനമാണ് നമ്മുടെ ആത്മാവിൻ്റെ കളങ്കങ്ങൾ ഒഴിവാക്കുന്നത്. അത് ആത്മാവിൽ നിന്ന് മാറ്റുന്നു, മനസ്സിൽ നിന്ന് മാറ്റുന്നു, ശരീരത്തിൽ നിന്ന് മാറ്റുന്നു. അങ്ങനെ നമ്മുടെ സർവ്വ ചിന്തകളിൽ നിന്നും കർമ്മങ്ങളിൽ നിന്നും ഇതെല്ലാം ഒഴിവാക്കുമ്പോൾ പരിശുദ്ധ ജീവിതം ചെയ്യുവാനും പരമാനന്ദം അനുഭവിക്കുവാനും കഴിയും. അങ്ങനെ ഭക്തലോകത്തെ പരമാനന്ദ ലോകമാക്കുവാൻ അവതാരം ചെയ്ത പരമഗുരുവിൻ്റെ നിയമമാണ് നിങ്ങൾ പാലിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഇതിൽ തന്നെ ശ്രദ്ധിച്ച് ഏകാന്ത ചിന്തയോടുകൂടി ഏകാന്ത ഭക്തിയോടുകൂടി ആശ്രയിച്ച് ഇവിടെ ഇരിക്കുക. നിങ്ങളിലേക്ക് ഈശ്വരൻ്റെ ദർശനമുണ്ടാകട്ടെ, ആനന്ദം അനുഭവമാകുമാറാകട്ടെ. തിരുവരമരുളുക ഗുരുവരനേ, തിരുവരമരുളുക ഗുരുവരനേ, തിരുവില്ലാത്തടിയനിൽ അറിവുകൾ ലഭിക്കുവാൻ, തിരുവില്ലാത്തടിയനിൽ അറിവുകൾ ലഭിക്കുവാൻ, അറിവോതി ഭവിപ്പിച്ചു അനുഗ്രഹിച്ചിടണമേ, അറിവോതി ഭവിപ്പിച്ചു അനുഗ്രഹിച്ചിടണമേ, അറിവോതി ഭവിപ്പിച്ചു അനുഗ്രഹിച്ചിടണമേ, തിരുവരമരുളുക ഗുരുവരനേ.
അരുളുക ഗുരുവരനെ. അറിവോ തിരിവോ കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്ത ഭക്തഹൃദയങ്ങളിലേക്ക് ആദ്യന്തമില്ലാത്ത ആനന്ദത്തെ അനുഭവമാക്കുവാൻ അവതാരമായി വന്ന ഗുരുവാണ് ശുഭാനന്ദ ഗുരു. ഇത് വെറുതെ പറയുന്ന വാക്കല്ല, അനുഭവമായിക്കൊണ്ട് അനുഭവമാക്കിയ മഹാസത്യമാണ് വിളിച്ചു പറയുന്നത്. ആ അനുഭവജ്ഞാനങ്ങളാണ് വർണ്ണിക്കുന്നത്. അതാണ് ഭക്തഹൃദയങ്ങളിൽ ചെന്ന് തറയ്ക്കുന്നത്. അതാണ് ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നത്. അങ്ങനെ ഭക്തമാനസങ്ങളെ ആനന്ദ സാഗരത്തിൽ ആറാടിക്കുവാൻ കഴിവും അധികാരവുമുള്ള ഗുരുവാണ് ശുഭാനന്ദ ഗുരു. ആ മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുവാൻ തീരുമാനിച്ചു. മാറി മാറി ദേഹങ്ങളെ സ്വീകരിപ്പാൻ തീരുമാനിച്ചു. ആ കലിയുഗത്തിൽ ഇതൊക്കെ പുതിയ വർത്തമാനമാണ്, ഇതൊക്കെ പുതിയ വാർത്തകളാണ്. പക്ഷേ ഇത് സത്യമാണ്. ആരോടും ഒന്നും ചോദിച്ച് മേടിച്ച് പണക്കാരനാകാനോ പ്രശസ്തി ഉണ്ടാകാനോ പറയുന്നതല്ല. എനിക്കൊരു ഒറ്റ കാര്യം മതി, അത് മാത്രം നിങ്ങൾ തന്നാൽ മതി. നിങ്ങളുടെ ഹൃദയത്തെ മാത്രം എനിക്ക് തന്നാൽ മതി. ആ ഹൃദയത്തിൽ എഴുന്നള്ളി ആനന്ദിപ്പാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിങ്ങളെ അറിയിക്കുന്നത്. ആ നിങ്ങളുടെ ഹൃദയം ശുദ്ധമാക്കി സൂക്ഷിച്ചാൽ മാത്രമേ എന്റെ അറിവുകൾ അതിൽ ഭവിക്കുകയുള്ളൂ. ആ അറിവിന്റെ രൂപാന്തരത്തിൽ മാത്രമേ തിരുവെഴുന്നള്ളത്ത് അനുഭവമാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ നിങ്ങളോടൊത്ത് എനിക്ക് ആനന്ദിക്കുവാൻ കഴിയുള്ളൂ. പരമാത്മാവും തന്റെ ജീവാത്മാവും കൂടി para
മനുഷ്യരിൽ നിലനിർത്താൻ മനുഷ്യനായി ഇഹലോകെ വസിക്കുന്നു കരുണയായി. വരന്മാരിൽ ഭാഗ്യമിതെന്നും വസിക്കുന്നു കരുണയാ. മനുഷ്യനായി ഇഹലോകെ വസിക്കുന്നു കരുണയായി. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഉച്ചയെടുത്ത് പാടുകയാണ്. നിങ്ങളെല്ലാം അത് ഏറ്റവും പാടുകയാണ്. ഈ സത്യാവസ്ഥകളെ നിങ്ങൾക്ക് ചിന്തിച്ചറിയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഓ, പരമാത്മാവ് വന്നു, മനുഷ്യനായി വാഴുന്നു, പരമാനന്ദം ദാനം ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഇവിടെ ഒന്ന് ഉദ്ഘോഷിക്കുക. ഇതുപോലെ പറയുന്ന അനേകം ആളുകൾ ലോകത്തിലുണ്ടെന്ന് ചിന്തിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ടാകും. നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ അനേകം ഖഡ്ഗാവതാരങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലർക്കും ഇതിൽ തെറ്റിദ്ധാരണ നിലനിൽക്കുന്നവരുമുണ്ട്. ഇതിന്റെ ശരിയായ അവസ്ഥയിൽ ഇതിനെ അറിയിക്കുവാനോ അനുഭവപ്പെടുത്തുവാനോ നിഷ്പ്രയാസം സാധിക്കുന്നതല്ല. ഈ ആളിന് ഒരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഇതങ്ങ് അനുഭവപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. ബാഹ്യമായ പല കാര്യങ്ങൾ ചെയ്യാമെന്നല്ലാതെ ആന്തരികമായി ഇത് എത്തിക്കാൻ വലിയ പ്രയാസമാണ്. ബാഹ്യമായ അനേകം അനുഭവങ്ങൾ കൊടുക്കാം. ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ആകർഷണമുണ്ടായ ഒരു വിശ്വാസത്തിൽ ഉറച്ചാലേ യഥാർത്ഥ വഴിയിലേക്ക് എത്താനുള്ള ഒരു പാത തുറക്കുകയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ തുഷാര ടീച്ചർ അനുഭവ സാക്ഷി പറഞ്ഞു. അപ്പോ പിതാവിന്റെ നിർബന്ധത്തിൽ സത്യം കേൾക്കുന്നതിന് വിസമ്മതിച്ചു. വിസമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അതൊന്ന് നോക്കട്ടെ, ഞാൻ അച്ഛൻ നിർബന്ധിക്കണ്ട, ഞാൻ കേട്ടോളാം എന്ന് പറഞ്ഞു. അങ്ങനെ വന്നുകൊണ്ടിരുന്നു. പല കാര്യങ്ങൾ അനുഭവമായി. അതിൽ ഏറ്റവും പ്രധാനമായി വന്നത് ഗുരുവായൂരിൽ നിന്ന് വന്ന പരമഭക്തന്മാരോട് ഭഗവാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എവിടുന്ന് വരുന്നു? ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് വരികയാണ്. നിങ്ങൾ കൃഷ്ണനെ കണ്ടോ? അത് കൃഷ്ണനെ കണ്ടു. എങ്ങനെയാ കണ്ടത്? അപ്പൊ അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തെയാണ് കണ്ടത്. ആ വിഗ്രഹം എന്ത് കണ്ടിട്ടുണ്ടാക്കിയതാണ്? അത് ശില്പിയുടെ മനസ്സിൽ തോന്നിയതുപോലെ ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ ശില്പിയുടെ ഉള്ളിലല്ലേ യഥാർത്ഥത്തിൽ ഭഗവാന്റെ രൂപം ഇരിക്കുന്നത്? അപ്പൊ യഥാർത്ഥ രൂപം കാണേണ്ടത് ഉള്ളിലാണ് എന്ന് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടപ്പോൾ ഇത് സത്യമാണല്ലോ, ഇതാണല്ലോ യഥാർത്ഥ വഴി, അങ്ങനെയാണല്ലോ ആരാധിക്കേണ്ടത് എന്നൊരു ചിന്തയുണ്ടായി. അപ്പൊ ഉടനെ തന്നെ സത്യം കേട്ടു, ഭക്തയായി ജീവിക്കുന്നു. അങ്ങനെ അനേകം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുപോലെ ബാഹ്യമായ പല പ്രചോദനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ വഴിയിലേക്ക് നയിക്കപ്പെടുമ്പോഴാണ് അവതാര രൂപത്തെ അറിയുവാനുള്ള വഴി പോലും തുറക്കപ്പെടുന്നത്. അവതാര രൂപത്തെ അറിയുവാനുള്ള യഥാർത്ഥ വഴിയിലേക്ക് നയിക്കപ്പെടുന്നത്. പിന്നെയും അതിദൂരം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ അവതാരത്തിൽ എത്തുകയുള്ളൂ. ആ വഴി എങ്ങനെയുള്ള വഴിയാണ്? അവതാരം തെളിയിച്ചിരിക്കുന്ന വഴിയാണ്. ആ കാടായി കിടന്ന ഭൂമിയെയൊക്കെ വെട്ടി നിരത്തി വഴി ഒരുക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് മാടി വിളിക്കുകയാണ്, വരിക വരിക സോദര ആനന്ദത്തിൽ ചേരുവാൻ, വരിക വരിക സോദര, വരിക വരിക സോദര ആനന്ദത്തിൽ ചേരുവാൻ.
പരമാത്മാവാകുന്ന ഗുരുവരനാണ്. എങ്ങനെയാണ് വിളിക്കുന്നത്? ആ നിയമമാകുന്ന ചാലങ്ങനെ വെട്ടി തുറന്നിട്ടിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ അതിൽ കൂടി അങ്ങനെ ഓടി അടുത്ത് ചെല്ലണം. വഴി മാറിപ്പോയാൽ ചെളിയിൽ കാല് പൂന്തിപ്പോകും. ആ പല വിധത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. ആ പൂട്ടിയിട്ടിരിക്കുന്നിടത്തൂടെ അങ്ങ് ഓടി നേരെ ചെന്നാൽ ആ പൂട്ടിയിട്ടിരിക്കുന്ന വഴിയുടെ പേരെന്താണ്? അവതാരം അറിയിക്കുന്ന അറിവ് എന്നാണ്. അവതാരം അറിയിക്കുന്ന അറിവ് കൊണ്ട് ആത്മാക്കൾ അവതാര രൂപം കണ്ടു. ഇപ്പുറത്ത് നിന്നുകൊണ്ട് ഒരാൾ പറയാണ് ആ ചാലിന്റെ നേരെ നമുക്ക് ഇതിലേക്കൂടെ ചാല് വെട്ടാം, അതിലേക്കൂടെ അങ്ങ് പോകാമെന്ന് പറഞ്ഞാൽ എത്തത്തില്ല. അപ്പൊ ദൂരെ നിന്നൊരാൾ നോക്കുമ്പോ അതേപോലെ തന്നെ ചാലാണ് വെട്ടിയിരിക്കുന്നത്. ഇത് വളരെ ദൂരം ഈ ചാല് പോകുമ്പോ ഇവിടെ നിന്ന് നോക്കിയാൽ ചാല് അങ്ങോട്ട് തന്നെയാണെന്ന് തോന്നിക്കും. പക്ഷെ അങ്ങോട്ടല്ല അത് പോകുന്നത്. ആ ആളിനെ അത് കൃത്യമായി ഇവിടെ കൊണ്ടുപോയി എത്തിക്കാൻ അറിയാത്ത ആളാണ് ഈ വേറെ ചാല് പൂട്ടിയത്. ഇങ്ങനെ അനവധി ചാലുകൾ പൂട്ടിയിട്ടിട്ടുണ്ട് ലോകത്തിൽ. അപ്പൊ യഥാർത്ഥമായ ചാലിൽ എത്തണം. ആ നിഷ്കളങ്ക ജ്ഞാനസ്വരൂപനാകുന്ന ഗുരു തെളിയിച്ച ആ ചാലിൽ കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ആ നിഷ്കളങ്ക സ്വരൂപനാകുന്ന അവതാര രൂപത്തെ അകതാരിൽ കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും കഴിയുള്ളൂ. അങ്ങനെ അവതാര രൂപത്തെ അകതാരിൽ കണ്ട് ആനന്ദിക്കണമെന്ന് താല്പര്യമുള്ളവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം. കൈ അടിച്ചു കേട്ടാക്കണം. ആരാധിച്ചാനന്ദിക്കാം നമുക്കെന്നും ആരാധിച്ചാനന്ദിക്കാം. ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. ദേവന്മാർ കൂടെയുണ്ട്, പരമ്പര ദൂതന്മാർ കൂടെയുണ്ട്. സർവലോകങ്ങളിലും നിവസിക്കും ആത്മാക്കൾ കൂടെയുണ്ട്. സർവലോകങ്ങളിലും നിവസിക്കും ആത്മാക്കൾ കൂടെയുണ്ട്. പുണ്യമായി വന്നവരും ഇനി മേലിൽ വരുവാനായുള്ളവരും
കരസ്ഥമാക്കുവാൻ അറിവാകുന്ന വഴി അല്ലാതൊരു വഴി ലോകത്തിലില്ല. നിഷ്കളങ്ക സ്വരൂപനാകുന്ന ഗുരുവിനെ കരസ്ഥമാക്കുവാൻ അറിവല്ലാതെ ഒരു വഴി ലോകത്തിലില്ല. അനേകം കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ. അനേകം കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കോടിക്കണക്കിന് സ്വത്തും സൗഭാഗ്യവും ഒക്കെ വെച്ചുകൊണ്ട് അനേകം ആഘോഷങ്ങളും കാര്യപരിപാടികളും അതുപോലെ ശാസ്ത്ര പുരാണങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള പരിപാടികളൊക്കെ നടത്തപ്പെടുന്നുണ്ട്. കോടികളൊക്കെ ചെലവഴിച്ചുകൊണ്ട് അനേകമായ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ശാസ്ത്രവും പുരാണവും ഒക്കെ വെച്ച് നടത്തുന്നുണ്ട്. ശാസ്ത്രവും പുരാണവും ഒക്കെ വെച്ച് അതൊക്കെ കാണുമ്പോൾ ഇതാണ് ശരി, ഇതാണ് നല്ലതെന്നൊക്കെ തോന്നിക്കും. ഇതൊക്കെ കാണുമ്പോൾ ഇതാണ് ശരി, ഇതാണ് നല്ലതെന്നൊക്കെ തോന്നിക്കും. നല്ലതാണെല്ലാം. പക്ഷെ ഈ ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ, ഈ പരമമായ സമ്പൂർണമായ മോക്ഷത്തിൽ എത്തണമെങ്കിൽ, അത് തത്വോത്ഭവ ഗുണസ്വരൂപനാകുന്ന പരമഗുരുവിന്റെ തിരുശബ്ദത്താൽ അല്ലാതെ സാധ്യമല്ല. ആ ശബ്ദത്തിന് അത്ര പ്രാധാന്യമാണ്. ആ ശബ്ദം കൊണ്ടു പാപശാപം ആകെയും തീർത്തന്റെ ദൈവം. ശബ്ദം കൊണ്ട് ശബ്ദത്തിന് അനേകം വൈഭവങ്ങളുള്ളതാണ്. ഈ പ്രപഞ്ചത്തെ ഉത്ഭവിപ്പിച്ചത് പോലും ആ ശബ്ദത്തിൽ നിന്നാണ്. ഇതിന്റെ നിലനിൽപ്പും ആ ശബ്ദത്തിലാണ്. ഉപദേശം പഠിച്ചിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് ഈ ഉത്ഭവ ലോകത്തിൽ, പ്രകൃതി ലോകത്തിൽ വസ്തുക്കൾ നിലനിൽക്കുന്നത്. പഠിച്ചവർക്ക്, പഠിച്ചെന്ന് പറയുന്നവർക്കല്ല, പഠിച്ചവർക്കറിയാം. ഉരുവിടാൻ പഠിച്ചാൽ അത് പഠിത്തമാകുന്നില്ല. ചിന്തിച്ച് അതിന്റെ ആന്തരികമായ അർത്ഥങ്ങൾ പഠിക്കുമ്പോഴാണ് ഉപദേശം പഠിച്ചു എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ആന്തരികമായ അനേകം ഉള്ളടക്കമായി നിലനിർത്തിയിരിക്കുന്ന അനേകം അർത്ഥങ്ങളുണ്ട്. ചെറിയൊരു അക്ഷരത്തിലോ ഒരു ചുരുപ്പിലോ ഒരു കെട്ടുപുള്ളിയിലോ ഒക്കെ ആയിരിക്കും അതിരിക്കുന്നത്. സമ്പൂർണ്ണ ജ്ഞാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ വിധത്തിൽ അതിനെ പഠിച്ചു കഴിയുമ്പോൾ മനസ്സിലാവും ഈ കാണുന്നതൊക്കെ എന്താണ്, ഞാൻ ആരാണ്, എന്റെ ശരീരം എന്താണ്, ഈ ശരീരം ഉൾക്കൊള്ളുന്ന ലോകം എന്താണ്, ഈ ലോകത്തെ ഉത്ഭവിപ്പിച്ചത് ആരാണ്, ഈ ലോകം എവിടെയൊക്കെ നിലനിൽക്കുന്നു, ഇതുപോലെ എവിടെയെല്ലാം ലോകങ്ങളുണ്ട്. ഇങ്ങനെ അനേകം അനേകം കാണാപ്പുറങ്ങളൊക്കെ കാണാനുള്ള കാഴ്ച, ആത്മപ്രകാശമായി ആത്മാവിൽ ഭവിപ്പിക്കുന്ന ആത്മബോധം, അത് നിന്നിൽ ദാനം ചെയ്യുവാനാണ് ഈ വ്യവസ്ഥകളൊക്കെ തന്നിരിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ ശബ്ദത്തിന് ഇതെല്ലാം ദാനം ചെയ്യാൻ കഴിവുണ്ട്. പണ്ട് ഒരു മനുഷ്യൻ ഇവിടെ വന്നു, തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വന്നു. അപ്പൊ ഞായറാഴ്ച അന്ന് ഇതുപോലെ തിരക്കൊക്കെ തുടങ്ങിയ സമയമാണ്. അപ്പൊ തിരക്കിനിടയിൽ കൂടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ അടിയനൊരു വീടില്ലേ, ഒരു വീടുണ്ടാക്കി തരും. അപ്പൊ അന്നേരം ഉടനെ ശബ്ദം കിട്ടുമെന്നും അല്ലെ ഉടനെ വീട് അനുവദിക്കുമെന്നും ഒന്നും ഓർത്തോണ്ടല്ല, അദ്ദേഹത്തിന്റെ ദുഃഖം വരുമ്പോഴെല്ലാം ഞാനൊന്ന് പറയുന്ന പതിവുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ അന്ന് പറഞ്ഞു, ഭക്ത നാളെ രാവിലെ 8 മണിക്ക് കല്ലം കിട്ടുമെന്ന് പറഞ്ഞു. അയ്യോ, ഇയാള് ഇതങ്ങ് വല്ലാതായിപ്പോയി. അയ്യോ എന്ത് ചെയ്യും, നാളെ ഞാൻ എങ്ങനെ കല്ലിടും, ഏത് വിധത്തിൽ കല്ലിടും, ഒന്നുമില്ല, ഒന്നും കരുതിയിട്ടില്ല. വീട് വേണമെന്നൊരാഗ്രഹം അതെപ്പോഴും ഇങ്ങനെ പറഞ്ഞു, അതുപോലെ പറഞ്ഞതാണ്. അപ്പൊ പറഞ്ഞത് ഭഗവാനാണല്ലോ എന്നൊരു ചിന്ത പെട്ടെന്ന് ആ ഭക്തന്റെ ഉള്ളിൽ തോന്നി. അവിടെ നിന്ന് യാതൊരു ചോദ്യവും പിന്നീട് ചോദിക്കാതെയും, അയ്യോ ഞാൻ ഒരുക്കിയില്ല, ഇങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊന്നും ഒരു അവതായും പറയാതെ അവിടെ നിന്ന് പോയ വഴിക്ക് നോക്കുമ്പോ ഒരു കെട്ടിടം പണി നടക്കുന്ന സ്ഥലത്ത് അങ്ങ് ഇറങ്ങി. നാളെ എന്റെ വീടിന് കല്ലിടാൻ സമയമെടുത്ത് എനിക്ക് ഒരു നിവൃത്തിയില്ല, 2-3 കല്ല് തരുമോ? പറഞ്ഞു, ഞങ്ങളുടെ പണി കല്ലിന്റെ പണി കഴിഞ്ഞാൽ അവിടെ കിടപ്പുണ്ട്, 2-3 എടുത്തു എന്ന് പറഞ്ഞു. ഇച്ചിരി മണ്ണൂടെ തരുമെന്ന്. അപ്പൊ അവിടുന്ന് മണ്ണും കല്ലുമായി. അവിടുന്ന് അങ്ങോട്ട് പോയി വീടിനടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് 2-3 കിലോ സിമെന്റ് മേടിച്ചു. അടുത്ത് പരിചയമുള്ള ഒരു പണിക്കാരനെ വിളിച്ചു. നാളെ ഇത്ര മണിക്ക് കല്ലിടണമെന്ന് ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ പെട്ടെന്ന് പറ്റും, സാധനമൊക്കെ കാണണ്ടേ, എവിടാന്ന് വെച്ചാൽ മേശരി വന്നത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ആ ആൾ
ആ ഭക്തന്റെ അപേക്ഷ മേശരിയും കേട്ടു. ആ ഭക്തന്റെ അപേക്ഷ ആ പറഞ്ഞ സമയത്ത് തന്നെ കല്ലിട്ടു. പറഞ്ഞ സമയത്ത് തന്നെ കല്ലിട്ടു. അതിമനോഹരമായ ഒരു ഭവനം ഒന്നുമില്ലാത്ത ഭക്തൻ ഉണ്ടാക്കാനുള്ള എല്ലാ കഴിവും ഈശ്വരനും കൊടുത്തു. ഒന്നുമില്ലാത്ത ഭക്തന് അതിമനോഹരമായ ഒരു ഭവനം ഉണ്ടാക്കാനുള്ള എങ്ങനെ ഇത് ഉണ്ടായി, ഏത് വിധത്തിലുണ്ടായെന്നൊന്നും അദ്ദേഹത്തിന് അദ്ദേഹം കണ്ണുനീരോടെ വർഷങ്ങളോളം ഈ കഥ പറയുമായിരുന്നു. ഏത് വിധത്തിലുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കഥ അദ്ദേഹം വർഷങ്ങളോളം പറയുമായിരുന്നു. ഇപ്പൊ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല എങ്കിലും അദ്ദേഹം വർഷങ്ങളോളം അത് പറയുമായിരുന്നു. ഇതുപോലെ തിരുശബ്ദങ്ങളെ ആദരസമന്വിതം സ്വീകരിച്ച് പരിപാലിക്കുന്നവർക്കെല്ലാം അനുഭവ ഗുണവ്യഞ്ജനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആവശ്യമില്ലാത്ത കഥകളും കെട്ടുകഥകളും ഉപകഥകളും ഒക്കെ ചേർത്ത് ചില കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിക്കും. ഗുരുവിന്റെ മുന്നിൽ വന്ന് അവതരിപ്പിക്കാതെ ഭഗവാനെ ഞാൻ അതിലേക്കൂടെ പോയിട്ട് ഇതിലേക്കൂടെ വന്നപ്പോ ഇന്നാരെ കണ്ടിട്ട് ഇന്നതുപോലെ വന്നപ്പോ ഇന്നെ ഉടുപ്പിട്ടുകൊണ്ട് വന്ന് ഇന്നെ പാൻറ് ഇട്ടുകൊണ്ട് വന്ന് അങ്ങനെ വന്നപ്പോ ഇങ്ങനെ വന്ന് ഇന്ന കവറെടുത്ത് ഇന്നെ ഉടുപ്പെടുത്ത് ബസ്കറ്റ് എടുത്ത് എന്ന് വേണ്ട ദൈവമേ, സമയമില്ലാത്ത സമയത്ത് എന്തെല്ലാം കഥകളാ പറയുന്നത്. എല്ലാം കേൾക്കാൻ ആഗ്രഹമുണ്ട്, സമയവും സന്ദർഭവും നോക്കണ്ടേ. എല്ലാം പറയുവാനല്ലോ. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണോ അത് അറിയിക്കണം. അപ്പോൾ അവിടെ നിന്ന് അതിന്റെ ശരിയായ മറുപടി ഉണ്ടാവും. ഈ കഥകളും ഉപകഥകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിയായ കാര്യം പറയാൻ മറന്നുപോകും. അപ്പൊ ശരിയായ അതിന്റെ മറുപടി ലഭിക്കാതെ വരും. അപ്പൊ ഈ കഥ പറയാൻ തന്നെ അദ്ദേഹത്തിന് അവസരം കൊടുത്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കൂ. എല്ലാ ഞായറാഴ്ചയും വരുന്നവരാണല്ലോ ഇതിൽ കൂടുതൽ ആളുകളും. നിങ്ങൾ അവിടെ നിന്നൊന്ന് പരിശോധിച്ച് നോക്കണം. ചില ആളുകളുണ്ട് എല്ലാ ഞായറാഴ്ചയും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് അവർക്ക് പറയണം, ഇല്ലെങ്കിൽ ഒരു സമാധാനമില്ല. ആവശ്യമുണ്ടെങ്കിൽ പറയരുതെന്നല്ല, എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി പറഞ്ഞ് അതൊരു സന്തോഷം. ഇച്ചിരി നേരം അവിടെ ഇപ്പുറത്തൊന്ന് ക്യൂ നിന്ന് അപ്പുറത്ത് വന്നൊന്ന് ക്യൂ നിന്ന് ഇതിങ്ങനെ കേട്ട് ബാക്കിയുള്ളവരുടെ പറയുന്നത് കേട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്നും പറയാൻ എന്തെങ്കിലും കൊടുത്തോണ്ടേയിരിക്കും. ദുഃഖം ഒഴിഞ്ഞൊരു നേരവും ഇല്ല. അങ്ങനെയല്ല, നമ്മൾ ഗുരുവിനെ അത്യാവശ്യമായ കാര്യങ്ങൾ അറിയിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്ന അറിവിൻ പ്രകാരം ആലോചിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. ഭഗവാനോട് ചോദിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ചെയ്തെന്ന് പറയാനല്ല. ഒരു അറിവ് തന്നിട്ടുണ്ട്, ആ അറിവിൽ അടങ്ങി അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ പരിശീലിക്കണം. അല്ലാതെ തൊടുന്നതും പിടിക്കുന്ന 5-6 പിന്നെ ഉണ്ണിമാങ്ങ വീണ് കിടപ്പോട്ടെ ഒന്ന് എടുത്ത് ഉപ്പിലിട്ടോട്ടെ എന്നാ, അതാണോ വന്ന് ചോദിക്കേണ്ടത്? തെക്കേപ്പുറത്തൊരു മാവ് വെക്കുന്നുണ്ട്, അത് 5-6 മാങ്ങ ഉണ്ട്, അതും കൊടുത്തേട്ടെ എന്ന് ആണോ? അങ്ങനെയാണോ ഗുരുവിൻ്റെ മുന്നിൽ? അല്ല, പ്രധാനമായ കാര്യങ്ങളൊക്കെ ചോദിക്കണം. ബാക്കിയുള്ളതൊക്കെ നമുക്കൊരു അറിവ് ദൈവം തന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു അറിവ് പ്രത്യേകമായി തരുന്നുണ്ട്. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയം മുതൽ മരിക്കുന്ന സമയം വരെ എന്തെല്ലാം കർമ്മങ്ങൾ ഈ ലോകത്തിൽ അനുവർത്തിക്കണോ അതിനെല്ലാം ഉപോത്ബലകമായ നിലയിലുള്ള അറിവ് കൃത്യവും സത്യവുമായ നിലയിൽ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ അതിനെ സ്വീകരിച്ച് നിങ്ങൾ കർമ്മിച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈ ചോദ്യവും ഉത്തരവും കൽപ്പനയും ഒക്കെ ഉണ്ടായിക്കൊള്ളും. അഹങ്കാരത്തിൽ കൂടി ഉണ്ടാകുന്നതല്ല, അറിവിൽ കൂടി ഉണ്ടാകേണ്ട കാര്യമാണ് പറയുന്നത്. ചില ആളുകളുണ്ട്, അവരിപ്പോ അറിവുള്ളവർ പറയാണ്, മോനെ നീ പോയത് അമ്പൂറ്റിയോട് പറഞ്ഞിട്ടേ ചെയ്യാവുള്ളേ. അത് അമ്പൂറ്റി എന്റെ ഉള്ളിലും ഉണ്ട്, അമ്പൂറ്റി എന്നോട് പറഞ്ഞു എന്നെ പോലെ ചെയ്താൽ മതിയെന്ന്. മാതാപിതാക്കൾ അവിടെ നിന്ന് വിഷമിക്കുക, ഈ കുഞ്ഞു പോയി എന്തോ കാണിച്ചിട്ട് വരുമോ എന്തോ ആകെപ്പാടെ വേവലാതെയായി. അവര് പിന്നെ നേർച്ചയും നിറവറയും പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക, ആപത്തൊന്നും വരുത്തല്ലേ ദൈവമേ, കാത്തുകൊള്ളണേ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ മാതാപിതാക്കളോട് ഒരു വിവരവും ഇല്ല, എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. വന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞവൻ പറഞ്ഞില്ല. പിന്നെ നേർച്ചയായി നിറവറയായി പ്രാർത്ഥനയായി എങ്ങനെയെങ്കിലുമൊക്കെ പിന്നെ തിരിച്ചെത്തിക്കുക. അങ്ങനെ അഹങ്കാരത്തിൽ കൂടി തോന്നിക്കുന്ന തോന്നലല്ല വേണ്ടത്.
കൂടി തോന്നിക്കുന്നു. അറിവിൽ കൂടി നമ്മൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ അറിവിൽ കൂടി നമ്മൾ അനുസരിച്ച് മുന്നോട്ട് ജീവിക്കുമ്പോൾ അകതാരിലിരിക്കുന്ന ഗുരുരൂപം നമ്മളോട് പലതും കൽപ്പിക്കും. അകതാരിലിരിക്കുന്ന ഗുരുരൂപം നമ്മളോട് അത് പലതും മനസ്സിന്റെ ജൽപ്പനങ്ങളല്ല, മനസ്സിന്റെ കൽപ്പനകളല്ല, ആത്മസ്വരൂപത്തിന്റെ കൽപ്പനകളാണ്. ആത്മസ്വരൂപത്തിന്റെ ആ കൽപ്പനകളെ പാലിച്ച് ജീവിക്കാൻ പ്രാപ്തിയുള്ളവരായി തീരാനാണ് ഞാൻ ഈ അറിവിൽ കൂടി നിങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പനയനുസരിച്ച് ജീവിക്കുവാൻ പ്രാപ്തിയുള്ളവരായി തീരാനാണ് നമ്മളെ ഈ അറിവിൽ കൂടി അങ്ങനെ ജീവിക്കുന്നവർക്ക് വളരെ പ്രത്യേകതയുള്ള പ്രധാനമുള്ള കാര്യങ്ങൾ മാത്രം തിരുശരീരപ്രകാരം തിരുമുമ്പിൽ അറിയിച്ചാൽ മതി. ബാക്കിയെല്ലാം സൂക്ഷ്മാവസ്ഥയിൽ സാധിച്ചുകൊണ്ടേയിരിക്കും. വളരെ പ്രത്യേകതയുള്ള പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രം തിരുമുമ്പാകെ അറിയിച്ചാൽ മതി. ബാക്കിയെല്ലാം സൂക്ഷ്മത്തിൽ നടന്നുകൊണ്ടേ സൂക്ഷ്മാവസ്ഥയിൽ നടന്നുകൊള്ളും. എവിടെയും എങ്ങും സ്ഥിതി ചെയ്തിടുന്ന കാര്യങ്ങളൊക്കെ വിശദാംവിധം ചിന്തിച്ച് ആത്മാവിൽ ഉറപ്പിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയെടുക്കണം. ഓരോരുത്തരും ജന്മവശാൽ ഓരോവിധ അറിവുകളുമായിട്ടാണ് കഴിയുന്നത്. ഗുരുവിന്റെ അറിവിൽ ജീവിതം ചെയ്ത അറിവിൽ ഏകോപിക്കുമ്പോഴാണ് ഗുരുശിഷ്യ ബന്ധത്തിൽ ഉറയ്ക്കുന്നത്. ആ ഗുരുശിഷ്യ ബന്ധമാണ് ഉദാത്തമായ ബന്ധം. അതിനപ്പുറമോ ഇപ്പുറമോ മറ്റൊരു ബന്ധമില്ല. അതുപോലൊരു ബന്ധം പറയാനില്ല. എന്തുകൊണ്ട്? ഉറ്റവനാകുന്ന ഉടയവനാണ് ഗുരുവായ അവതാരം. ആ അവതാരത്തോടാണ് നമ്മൾ ബന്ധിക്കുന്നത്. അതിനിപ്പുറത്ത് കണ്ടതൊക്കെ താൽക്കാലികങ്ങളാണ്. മാതാപിതാക്കളായാലും ഗുരുജനങ്ങളായാലും പുത്രന്മാരും പുത്രികളുമായാലും സുഹൃത്തുക്കളായാലും ജീവൻ രക്ഷാ പ്രവർത്തനം ചെയ്ത് നമ്മളെ രക്ഷിച്ച ഒരു സുഹൃത്താണെന്ന് പറഞ്ഞാലും ഗുരുശിഷ്യ ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ബന്ധവും വരുന്നില്ല. അവരോടെല്ലാം ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ബന്ധവും സ്നേഹവും ഉണ്ടായിരിക്കണം. അതെല്ലാം ഇതിൽ അടിസ്ഥാനപ്പെട്ട് നിന്നുകൊണ്ട് വേണം ബന്ധിക്കുവാൻ. അല്ലാതെ ബന്ധിച്ചാൽ അത് അബദ്ധമായി പോകും. ആ ബന്ധത്തിൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. ഏത് ബന്ധത്തിൽ? ബാഹ്യലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബന്ധത്തിൽ, സുഹൃത്ത് ബന്ധങ്ങളിൽ, എന്തിന് ഗുരുശിഷ്യ ബന്ധങ്ങളിൽ പോലും ഏത് ഗുരുക്കന്മാര് വിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാർ സ്വന്തം ശിഷ്യപരമ്പരകളോടും ശിഷ്യപരമ്പരകൾ ഗുരുവിനോടും ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ നമ്മുടെ നെഞ്ചു പിളർന്നു പോകുന്ന വേദനയാണ്. അതിന്റെ ഒന്നും വില അറിയാതെയാണ് ലോകത്തിൽ ജീവിതം ചെയ്യുന്നത്. ഈ അറിവിൽ ഉറക്കപ്പെട്ടാൽ ആ കുറവുകൾ ഒന്നും സംഭവിക്കുകയില്ല. കുറവുകൾ ഒഴിപ്പാനും വളർത്താനും വളരാനും കുറവുകൾ വലിയവൻ ഒരുവൻ കൂടെ വാഴുന്നു. കൂടെ വാഴണം, കൂടെ കൊണ്ട് നടക്കണം. അതിനെന്ത് വേണം? ഈ പരിശുദ്ധ ജ്ഞാനത്തെ സ്വീകരിച്ച് പരിശുദ്ധരായി തീരണം. ചില ആളുകൾ വന്ന് പറയാറുണ്ട്, ഭഗവാനെ ആശുപത്രിയിലായിരുന്നു 3-4 ദിവസം, തല കുളിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വിളക്ക് കത്തിക്കുമ്പോ തല കുളിക്കാതെ ഇപ്പൊ കത്തിക്കുന്നത്. ഞാൻ പറഞ്ഞു അതിനൊരു കുഴപ്പമില്ല. രോഗാവസ്ഥയിൽ ഇരിക്കുമ്പോ അതിൻ്റെതായ ശുദ്ധീകരണം നടത്തി ആ കർമ്മം മുടങ്ങാതെ ചെയ്താൽ മതി. നമ്മുടെ ഗുരു ബോധവാനാണ്, ബോധസ്വരൂപനാണ്. ഇതൊക്കെ
തിരിച്ചറിയാൻ കഴിവുള്ളവനാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ കഴിയും. എന്നാൽ ആവശ്യമില്ലാത്ത ഒരു അനാശാസ്യ നടപടികളിൽ ബന്ധപ്പെട്ടിട്ടാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ അബദ്ധം വേറെ ഒന്നും വരാനില്ല. ആവശ്യമില്ലാത്ത അനാശാസ്യ പരിപാടിയിൽ ബന്ധപ്പെട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ കൂടുതൽ അബദ്ധം വരുവാനില്ല. അതിൽ കൂടുതൽ അബദ്ധം വരാനില്ല. ഒന്നും വേണ്ട, ആവശ്യമില്ലാത്ത ഒരു ചിന്തയോടുകൂടിയാണ് വിളക്ക് കത്തിക്കുന്നെങ്കിലും പോയി അവിടെ അതിന് ഫലമില്ലാതാകും. ശുദ്ധവൃത്തി വരുത്തി ഹൃദയവും ശുദ്ധമാക്കി വെച്ചിട്ട് പരിശുദ്ധ നാമങ്ങളെ സ്തുതിക്കുമ്പോൾ പരമാത്മാവ് അനുഗ്രഹിക്കും. അപ്പൊ ശുദ്ധവൃത്തി ഉണ്ടാകട്ടെ, സൽപ്രവൃത്തി ഉണ്ടാകട്ടെ, പരിശുദ്ധ ഹൃദയങ്ങൾ രൂപീകരിക്കപ്പെടട്ടെ, പരമാത്മാവ് എഴുന്നള്ളി അധിവാസം ചെയ്യട്ടെ, ആത്മലോകം ആനന്ദലോകമാകട്ടെ, ആത്മലോകം ആനന്ദലോകമാകട്ടെ, ആത്മനാഥൻ ആനന്ദവാനായി നിങ്ങളുടെ മധ്യത്തിൽ തുള്ളിക്കളിക്കട്ടെ. ഉന്നതമായ പൂരാടം പക്കനാളും ഉന്നതമായ ഉത്രാടം പക്കനാളും കഴിഞ്ഞു വന്ന ഈ ഞായറാഴ്ച പങ്കെടുത്ത നിങ്ങൾക്ക് ആനന്ദവും അതിസുഖവും പകർന്നു ലഭിക്കുന്നു എന്ന് വിശ്വാസിക്കുന്ന അനുഭവിക്കുന്ന ഓരോരുത്തരും ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കൊള്ളാം. ഇത് സത്യമാണെന്നുണ്ടെങ്കിൽ കൈ അടിക്കാം. ഉന്നതനാകുന്ന ദൈവം പുണ്യദിനങ്ങളെ നമുക്കായി ദാനം ചെയ്ത് ഹൃദയങ്ങളിലേക്ക് പുണ്യങ്ങളെ നിറച്ച് ഹൃദയങ്ങളിലേക്ക് പുണ്യതകൾ നിറച്ച് പൂർണ്ണ പുണ്യത്തിലേക്ക് എത്തിക്കുന്ന ജൈത്രയാത്രയാണ് നടക്കുന്നത്. ഇത് അവതാര കർമ്മ പൂർത്തീകരണമാണ്. അവതാരത്തോട് ഒത്തുചേർന്ന് അവതാര കർമ്മം ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളും ആണെന്നുള്ള സത്യം മറന്നു പോകാതെ എപ്പോഴും സത്യജീവിതം തുടർന്നുകൊള്ളുക. ദൈവം നിങ്ങൾക്ക് കൂട്ടായി വാഴുമാറാകട്ടെ. നമ്മുടെ പൂഞ്ഞാർ ശാഖാശ്രമത്തിന്റെ വാർഷികം ഈ മാസം 27-ാം തീയതി നടക്കാനിരിക്കുകയാണ്. കഴിയുന്നിടത്തോളം സന്താനങ്ങൾ അവിടെ പോയി പങ്കെടുക്കുകയും വൻപിച്ച വിജയപ്രദമാക്കുകയും ചെയ്യണമെന്ന് ഞാനിത് അറിയിക്കുകയാണ്. അതുപോലെ 101-ാമത് ഉത്രാടം ജന്മനക്ഷത്രം അടുത്തു വരികയാണ്. ജന്മശതാബ്ദി ആഘോഷം നടത്തിയത് നിങ്ങളുടെ ഒക്കെ ഹൃദയത്തിൽ ഇപ്പോഴും പച്ചപിടിച്ച് നിൽപ്പുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഒരു ദിവസമോ 2 ദിവസമോ 10 ദിവസമോ അല്ല, ഒരു വർഷക്കാലമാണ് നമ്മൾ ജന്മശതാബ്ദി ആഘോഷിച്ചത്. എന്തിനു വേണ്ടിയാണ് ആഘോഷിച്ചത്? അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. പരമാത്മാവോട് ചേർന്ന് ജീവാത്മാവ് ആനന്ദിക്കുക. ആനന്ദത്തെ മറ്റുള്ളവരിലേക്ക് അറിയിക്കുക. അറിയിക്കുവാനുള്ള അറിവ് ആദ്യം സമ്പാദിക്കുക. അങ്ങനെ അറിയുക, അറിയിക്കുക, ഒന്നാകുക, ആനന്ദിക്കുക. പരമാത്മാവോടൊത്തു ചേർത്തു ജീവാത്മാവ് ആനന്ദിക്കുക. അങ്ങനെ ആഘോഷിച്ച ആഘോഷം ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ട്. ഇപ്പോഴും അറിയാം ഓരോ ദിവസവും നടന്ന കാര്യങ്ങൾ, എന്തെല്ലാം കർമ്മ പരിപാടികൾ, ഏതെല്ലാം വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഏതെല്ലാം സ്കൂളുകളിൽ നിന്ന് സന്താനങ്ങൾ എന്ന് വേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ നടത്തപ്പെട്ടത്. ഒട്ടും കുറവ് വരുത്താതെ ഇപ്രാവശ്യവും നമുക്ക് നടത്താം. എന്ത് നടത്താം? ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവം നടത്താം. ആദിപരാപരനാകുന്ന ജഗദീശ്വരൻ മാറ്റമില്ലാതെ ലോകത്തിൽ വാഴുമെന്നുള്ള തിരുശബ്ദത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അടിസ്ഥാനപ്പെട്ട് ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ അവതാരമായി വാണിരുന്ന പുണ്യപുരുഷന്റെ ജന്മദിനം നമുക്ക് ആഘോഷിക്കാം.
ജഗദീശ്വരൻ ഒരുക്കി തരട്ടെ. എല്ലാ പ്രകൃതിയിൽ കൂടി ജഗദീശ്വരൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സന്താനങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും സന്താനങ്ങൾക്ക് വന്നു ചേരുവാനും ആനന്ദം അനുഭവിക്കുവാനും ജഗദീശ്വരൻ എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് മിഥുനമാസം 1-ാം തീയതി കൂടിയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മുടെ കർക്കിടകമാകുന്നു. കർക്കിടകത്തിലെ ഉത്രാടമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എല്ലാം ഉന്നതമായി ജഗദീശ്വരൻ ഒരുക്കട്ടെ. ജഗദീശ്വര പാദത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ഭക്തഹൃദയങ്ങളെ, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഉടയവൻ ഉടലെടുത്തിഹ ലോകത്തിൽ ഉത്രാട
സ്വരൂപനെ ഓർത്തിടുന്നേ, ഓർത്തിടുന്നേ. ഓർത്തിടുന്നേ, ഞാൻ ഓർത്തിടുന്നേ, എന്റെ കാരുണ്യമൂർത്തിയെ ഓർത്തിടുന്നേ. ഓർത്തിടുന്നേ, ഞാൻ ഓർത്തിടുന്നേ, എന്റെ കാരുണ്യമൂർത്തിയെ ഓർത്തിടുന്നേ. ഒരുങ്ങിക്കൊള്ളുക, നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക, ജന്മദിനം ആഘോഷിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സ്നേഹനിധിയായ കാരുണ്യവാരിധിയായ ആ പരബ്രഹ്മ സ്വരൂപത്തെ ചിന്തിച്ചുകൊണ്ട് നന്ദിപ്പെട്ടുകൊണ്ട് 101ാമത് ഉത്രാടം ജന്മനക്ഷത്രം നമുക്ക് ആഘോഷിക്കാം. എല്ലാം ആനന്ദമായി ഭവിക്കട്ടെ, ലോകത്തിന് ശാന്തിക്കായി ഭവിക്കട്ടെ, ആത്മലോക രക്ഷയ്ക്കായി ഭവിക്കട്ടെ, ആത്മാനന്ദത്തിനായി ഭവിക്കട്ടെ, ശുഭാനന്ദം ആത്മാവിൽ തെളിയിക്കപ്പെടുവാനായി ഭവിക്കട്ടെ. അപ്രകാരം ഈ ലോകത്തിൽ മർത്യജന്മങ്ങളിൽ പരമാനന്ദം പ്രദാനം ചെയ്യുവാൻ പരമാത്മാവ് വാഴുന്നുവെന്ന സത്യം പകലുപോലെ തെളിയിക്കുവാൻ അനേകം കർമ്മങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മഹാഗോപുര നിർമ്മാണം. ഉന്നതമായ നിലയിൽ, അത്യുന്നതമായ നിലയിൽ, അതിശ്രേഷ്ഠമായ നിലയിൽ, ശക്തിവത്തായ നിലയിൽ അത് പൂർത്തീകരിച്ച് ആത്മലോകത്തിനായി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ അതിന്റെ കർമ്മങ്ങൾക്ക്, ഉന്നതമായ അതിന്റെ പൂർത്തീകരണത്തിന്, ഉന്നതമായ അതിന്റെ സവിശേഷതകളെ ഉൾക്കൊള്ളുവാൻ തക്ക വിധത്തിൽ ഒരു തപോഹൃദയത്തെ സ്വീകരിച്ച് ആത്മദീപമായി നിലനിർത്തിയിരിക്കുന്നു. ആയുരാരോഗ്യത്തോടെ എന്നും കരുതുമാറാകട്ടെ. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും ഓമന മിത്രങ്ങളെ ഓരോരുത്തരെയും എപ്പോഴും ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തി കരുത്തായി കൂടെ വാഴുമാറാകട്ടെ, അനുഗ്രഹമായി കൂടെ വാഴുമാറാകട്ടെ, ആനന്ദമായി കൂടെ വാഴുമാറാകട്ടെ, ആനന്ദ ഗോപുരം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ, ശുഭാനന്ദ ഗോപുരം പൂർത്തീകരിക്കുമാറാകട്ടെ, മോക്ഷഗോപുരം പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ. ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുവിഷ്ടങ്ങൾ ചെയ്യുവാൻ നിയോഗിക്കപ്പെട്ട ഗീതാനന്ദ സ്വാമി സുഖമില്ലാതെ ആശുപത്രിയിൽ കഴിയുന്നു. സുഖവും ആരോഗ്യവും കൊടുക്കുവാൻ നമുക്കൊന്നായി പ്രാർത്ഥിക്കാം. സർവശക്തിയുടെ കാരുണ്യമില്ലാതെ ഒന്നും സാധ്യമല്ല. ആ കാരുണ്യത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാനിതാ ദർശിക്കുകയാണ്. എല്ലാ നേർച്ച കാഴ്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. അതുപോലെ ഞാനൊരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു ഛായാചിത്രം ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തതിന്റെ നന്ദിയായിട്ട് ആദ്യമായി ഒരു പ്രിന്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അത് വളരെ മനോഹരമായിരിക്കുന്നു. അവർക്ക് അതിൻ്റെതായ ഐശ്വര്യവും നന്മയും ഈശ്വരൻ ദാനം ചെയ്യട്ടെ. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ അറിയിക്കുന്നത്, ഇത് കണ്ടിട്ട് വീണ്ടും വീണ്ടും ഇപ്രകാരമുള്ള കാര്യങ്ങൾ നേർച്ചയായി സമർപ്പിക്കാൻ ആരും മുതിരരുത്. കാരണം ഇത്രയും വലിപ്പവും ഇത്രയും കാര്യമൊക്കെ ഉള്ള ചിത്രങ്ങൾ എവിടെയെങ്കിലും പാഴ്വസ്തുവായിട്ട് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നതല്ലല്ലോ. അപ്പൊ ആ വിധത്തിൽ അതൊക്കെ സൂക്ഷിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതിന്റെ കൊടുക്കേണ്ടതായ ബഹുമാന്യതകൾ കൊടുത്തില്ലെങ്കിൽ അത് സമർപ്പിച്ചവർക്കും സൂക്ഷിക്കുന്നവർക്കും ഒക്കെ അപകടമായി തീരും. അതുകൊണ്ട് ആവിധ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നവർ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുക.
ഇപ്പൊ ഈ സമർപ്പിച്ചത് ഞാനിതാ സ്വീകരിക്കുകയാണ്. സമർപ്പിച്ചത് മഹാശക്തി ഇനി സ്വീകരിക്കുക. ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ടാവും പല ഹൃദയങ്ങൾ. അത് വേണ്ട. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെതായ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിയിച്ച് ചെയ്യിച്ചു കൊള്ളാം. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അറിയിച്ച് ചെയ്യിച്ചുകൊള്ളാം. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് അതൊക്കെ സൂക്ഷിച്ച് ഈ കൈകാര്യം സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ആവശ്യമായതൊക്കെയാണ് ഞാൻ നേർച്ചയായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും നിലനിൽപ്പിനും ആവശ്യമായതൊക്കെയാണ് മഹാശക്തി നേർച്ചയായി. എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിക്കും. നിങ്ങൾക്ക് സന്തോഷമായ ആഹാരം കഴിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. സന്തോഷമായ ആഹാരം കഴിച്ച് ആരാധിച്ച് ആനന്ദിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ആ വിധത്തിലുള്ള നേർച്ചകളും കാഴ്ചകളും ഒക്കെ സമർപ്പിക്കുക. അതെല്ലാം മഹാശക്തി സ്വീകരിക്കട്ടെ. മഹാശക്തി സ്വീകരിക്കും. ഓ സർവശക്തി നിങ്ങളെല്ലാം ദർശിക്കട്ടെ. നിങ്ങളുടെ മടക്കയാത്രയിൽ ഈശ്വരൻ കൂട്ടായിരിക്കുമാറാകട്ടെ. ലോകത്തിൽ വൻപിച്ച ദുരന്തങ്ങൾ ഉണ്ടാകാതെ മഹാശക്തി കാത്തുരക്ഷിക്കട്ടെ. അപകടങ്ങളിൽ മരണപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മരണപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഗുജറാത്തിൽ നടന്ന അപകടത്തിൽ അനേകം ആളുകൾ മരണപ്പെട്ടു. ഗുജറാത്തിൽ നടന്ന അപകടത്തിൽ അനേകം ആളുകൾ മരണപ്പെട്ടു. എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. എല്ലാം നമ്മുടെ സഹോദരങ്ങൾ. അവർക്ക് ആത്മശാന്തി ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് ആത്മശാന്തി ലഭിക്കുവാൻ ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഒഴിവായി ദുരന്തങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഭേദമില്ലാത്ത ബോധം ഏവരിലും ഭവിച്ച് ഭേദമില്ലാത്ത ബോധം ഏവരിലും ഭവിച്ച് ഏകാത്മനാഥനാകുന്ന പരമാത്മാവിനെ അറിഞ്ഞ് ആരാധിച്ച് ആനന്ദമായി ജീവിക്കുന്ന ഒരു ലോകം പരമാത്മാവിനെ അറിഞ്ഞ് ആരാധിച്ച് ആനന്ദമായി ജീവിക്കുന്ന ഒരു ലോകം ഉണ്ടാകുവാൻ വേണ്ടി ഉണ്ടാകുവാൻ വേണ്ടി ഒരു നാമത്തെ നമുക്ക് ഘോഷിക്കാം. ഒരു നിയമത്തെ നമുക്ക് പാലിക്കാം. ഈ ആദർശ ലോകരംഗത്തേക്ക് വളർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. മഹാശക്തി നിങ്ങൾക്കായി വാഴുമാറാകട്ടെ. പ്രത്യക്ഷമായ